ഐതിഹ്യമാണ്, വിശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ സാംസ്കാരിക തനിമ കൂടിയാകുന്നു ആറ്റുകാൽ പൊങ്കാല. മാനവികതയുടെ മതസൗഹാർദ്ദത്തിന്റെയൊക്കെ ഉത്സവമായി കൂടി മാറുകയാണ് ആറ്റുകാൽ. ഇപ്പോൾ ജിബിൻ ജേബി കൂടെ നമ്മുടെ ഇന്ന്. ജിബിൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഐതിഹ്യവും വിശ്വാസവും എന്നതിലപ്പുറത്തേക്ക് അത് കേരളത്തിന്റെ സാംസ്കാരിക തനിമയായി മാറുകയാണ്. നാനാഭാഗത്തു നിന്ന് വരുന്ന മനുഷ്യർക്ക് മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ സഹായം ചെയ്യുന്ന മാനവികതർ. അതിനപ്പുറത്തേക്ക് ഒരു നമുക്കറിയുന്ന പോലെ കലുഷിതമായൊരു അന്തരീക്ഷത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യർ. അങ്ങനെ മാനവികതയുടെ ഒരു ഒത്തുകൂടൽ കൂടിയായി മാറുന്നു ഈ പറയുന്ന പൊങ്കാല തലസ്ഥാനം ആറ്റുകാൽ പൊങ്കാല. ഇപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ യാഗശാലയെ മാറിയ തിരുവനന്തപുരം നഗരം വളരെ വേഗത്തിൽ തന്നെ പഴയപടിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾക്ക് ഇതിനു മുമ്പ് കണ്ടതുപോലെ തന്നെയുള്ള ഒരു വളരെ റെഡിലി അവൈലബിൾ ഒരു മെക്കാനിസം അവിടെ എപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ അവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടക്കം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജിബിൻ? ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് വീണ്ടും ആ നഗരത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഈ പൊങ്കാല കഴിഞ്ഞ അമ്മമാർ ഇവിടെ നിന്ന് മാറി ഉടൻ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം കൗൺസിലർ പ്ലാനിംഗ് സെക്രട്ടറി ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞ ഉടനെ തന്നെ ഈ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണല്ലേ? അല്ല, നമ്മൾ 2:15 പിന്നെ നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശുചീകരണം ആരംഭിക്കാൻ 3000-ഓളം തൊഴിലാളികൾ നഗരത്തിലെമ്പാടും. അത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ 7 ഏരിയകളിലായി വിന്യസിപ്പിച്ച് അവർക്ക് ചുമതല നൽകി. അതുപോലെ തന്നെ 101 കൗൺസിലർമാരെയും സജ്ജമാക്കി രാത്രി ഒരു 9 മണിയോടെ കൃത്രിമ മഴ പെയ്യിപ്പിച്ച് അതോടെ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ 2:30 മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ നിൽക്കുമ്പോൾ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ, പാളയത്ത് സ്പെൻസറിൻ്റെ അവിടെ നിന്ന് ഒരു ഹെൽത്ത് സെക്ഷൻ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അത് രാത്രി ഒരു 8-8:30 മണിയോടെ ഈ ഇഷ്ടികകൾ മുഴുവൻ മാറ്റണം. അത് കഴിഞ്ഞുള്ള ബാക്കി വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്ത് വെള്ളം കൊണ്ട് ശുചീകരിച്ച് പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ അത് 8-9 മണിയോടെ ഇവിടെ സ്റ്റാച്യുവിൽ നിന്നാണിത് ആർട്ടിഫിഷ്യൽ റെയിൻ. ചുമതലകളെല്ലാം നൽകിയിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ഏരിയ തിരിച്ച് 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും 7 മേഖലകളായി തിരിച്ച് ചുമതല നൽകിയിരിക്കുകയാണ്. GK, അതായത് 2:15 കൂടിയാണ് പൊങ്കാല നിവേദിച്ചത്. കൃത്യം 2:30 കൂടി തന്നെ ഇവിടെ നിന്ന് ഈ നഗരത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി മാലിന്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യം 2:30 കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവരുടെ സാന്നിധ്യത്തിലാണ്, അവരുടെ മേൽനോട്ടത്തിലാണ് ഈ നടപടികൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ പറഞ്ഞത്. അതായത് 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്. ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ ഇവിടുത്തെ മാലിന്യ സംസ്കരണം നടക്കുക. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്, പൊങ്കാല അർപ്പിച്ച് ഭക്തജനങ്ങൾ ഈ തിരുവനന്തപുരം നഗരം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ നഗരത്തിന്റെ ഏറെക്കുറെ പ്രധാന ഭാഗങ്ങളിലെല്ലാം മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ഇഷ്ടിക, അതുപോലെ തന്നെ ഈ കത്തിക്കാനായി ഉപയോഗിച്ചിരുന്ന കൊതുമ്പ്, ചൂട്ട് തുടങ്ങിയ സാധനങ്ങൾ, ഇവയെല്ലാം തന്നെ നഗരത്തിന്റെ പാതയോരങ്ങളിൽ നിന്ന് മുഴുവനായി നീക്കം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. എന്തായാലും സമാന രീതിയിൽ തന്നെ ഈ വർഷവും ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടി നഗരം പഴയ രീതിയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഉടൻ തന്നെ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ട, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട കാര്യമുണ്ട്. അതായത് ഒരു വശത്ത് നിന്ന് ക്ലീൻ ചെയ്ത് വരുന്ന അതേ സമയത്ത് തന്നെ ലോറികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, മാലിന്യങ്ങൾ മുഴുവനായി ആ ലോറിയിലേക്ക് കയറ്റുന്നു, അത് അവിടെ നിന്ന് അപ്പോൾ തന്നെ മാറ്റുന്നു. ആ റോഡ് പോലും അതേസമയം ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇത്തവണയും കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കോർപ്പറേഷന്റെ പ്ലാനിംഗ് ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുക. എന്തായാലും ഇനി അറിയേണ്ടത് എത്ര മണിക്കൂറുണ്ടാണ്. അതായത് ഇപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി 9 മണിയോടുകൂടി തന്നെ ഇതെല്ലാം, ഇന്ന് രാത്രി 9 മണിയോടുകൂടി തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കും. അതിനുശേഷം ഈ തരംഗടിയുടെ നേതൃത്വത്തിൽ, അതായത് സിനിമയിലൊക്കെ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്ന തരംഗടിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൃത്രിമ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരം പൂർണ്ണമായി വൃത്തിയാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭാരവാഹികൾ തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.